السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ ഒരു മജ്ലിസിൽ നാം വായിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലെങ്കിൽ കിതാബ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ അതിൽ ക്രോഡീകരിച്ച മുഖ്തസറു മിൻഹാജുൽ ഖാസിദീൻ എന്ന കിതാബിലെ സുഹുദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള വിരക്തി, ഭൗതിക വിരക്തി എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഗമാണ്. മിൻഹാജുൽ ഖാസിദീൻ, അൽ മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ എന്നുള്ള കിതാബ് യഥാർത്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ മിൻഹാജുൽ ഖാസിദീൻ എന്ന പേരിലും മിൻഹാജുൽ മുരീദീൻ എന്ന പേരിലൊക്കെ കിതാബുണ്ട്. പേര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അറിയപ്പെട്ട പേര് മിൻഹാജുൽ ഖാസിദീൻ എന്ന് തന്നെയാണ്. ആ കിതാബിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു കിതാബാണ് ഇബ്നു ഖുദാമ പിന്നീട് ക്രോഡീകരിച്ചത്, ഇബ്നുൽ ജൗസിയുടെ. ഇബ്നുൽ ജൗസി അത് മുൻഗാമികളിൽ നിന്ന് ക്രോഡീകരിച്ചതാണ്. എന്നിരുന്നാലും ഇത് തന്നെ ബൃഹത്തായിട്ടുള്ള കിതാബാണ്. ഇതിൽ ഫിഖ്ഹിന്റെ ബാബുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരടിമ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അഥവാ അവന്റെ ചിന്തകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, അത് ത്വഹാറത്ത്, സ്വല അങ്ങനത്തെ ഒരു ബാബിലായിക്കൊണ്ട് എല്ലാ മേഖലയിലും ഒരടിമ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ചെന്നെത്തുന്ന അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ട, അവൻ തെളിയിച്ചു കൊടുക്കേണ്ടി വരുന്ന എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് മിൻഹാജുൽ ഖാസിദീൻ. അതിന്റെ സംക്ഷിപ്തമായിട്ടുള്ള മുഖ്തസറു മിൻഹാജുൽ ഖാസിദീൻ. അതിൽ ഫഖർ, സുഹ്ദ് എന്നീ രണ്ട് വിഷയങ്ങൾ, ദാരിദ്ര്യം അതുപോലെ സുഹ്ദ്, ഭൗതിക വിരക്തി എന്നീ രണ്ട് വിഷയങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇബ്നു ഖുദാമ എഴുതിയിട്ടുള്ളത്. അതിൽ ഫഖറിന്റെ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഷത്റായിക്കൊണ്ട്, രണ്ടാമത്തെ പകുതി ആയിക്കൊണ്ടാണ് സുഹുദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഭൗതികത അത്രയും നമ്മെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മിൽ അത്രയധികം ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ഗരീബായി തോന്നുന്ന, വളരെയധികം ഒരു വ്യത്യസ്തമായി തോന്നുന്ന ഒരു വിഷയമാണ് സുഹുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് കാലത്ത് ഒരാൾ സാഹിദാവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആദ്യകാലങ്ങളിൽ എന്തില്ല, ഭൗതികമായ വസ്തുക്കൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുഹുദ് ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നാം അതിനെക്കുറിച്ച് പറയാതിരിക്കുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മ ബിസ്സുഹ്ദി വൽ യഖീൻ. ഈ ഉമ്മത്തിന്റെ ആദ്യ വിഭാഗം രക്ഷപ്പെട്ടത് സുഹ്ദ് കൊണ്ടും യഖീൻ കൊണ്ടാണ് എന്ന്. സുഹ്ദ് കൊണ്ടും യഖീൻ കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ആദ്യ വിഭാഗം രക്ഷപ്പെട്ടത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയം നാം ഓർമ്മപ്പെടുത്തേണ്ടതും, നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതും, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. നമുക്ക് ആ ഭാഗം വായിക്കാം. അതിൽ കൊടുത്തിട്ടുള്ള ഈ കിതാബിന്റെ സുഹുദുമായി ബന്ധപ്പെട്ട ഭാഗം. ഇതിൽ ഷത്റുസ്ഥാനി മിനൽ കിതാബ് ഫി സുഹ്ദ്, ആദ്യം നമ്മൾ പറഞ്ഞു ഫഖറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ഫഖറും സുഹുദും ഒരുമിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സുഹുദിന്റെ ഭാഗമാണ് നാം വായിക്കുന്നത്. അതിൽ ആദ്യം കൊടുക്കുന്നത് ബയാനു ഹഖീഖത്തി സുഹ്ദി വ ഫളീലതിഹി വ ദിക്റു ദറജാതിഹി വ അഖ്സാമിഹി വ നഹ്വ ദാലിക്. സുഹുദിന്റെ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ സുഹുദിന്റെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ സുഹുദിന്റെ ദറജകളും അതിന്റെ ഇനങ്ങളും എന്തൊക്കെയാണ്. സുഹുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വിരക്തി എന്നാണ് അതിന്റെ പൊതുവായിട്ടുള്ള ആശയം. എന്റെ ആശയമെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഭൗതിക വിരക്തി, ദുനിയാവിനോടുള്ള വിരക്തി എന്ന ആശയത്തിലാണ് ദീനിയായ നിലക്ക് നാം അതിനെ മനസ്സിലാക്കാറുള്ളത്. ഷെയ്ഖ് പറയുന്നു, ഇഅ്ലം അന്ന الزهد في الدنيا مقام شريف من مقامات السالكين.
നീ മനസ്സിലാക്കുക സുഹദ് എന്നുള്ളത്, ഭൗതിക വിരക്തി എന്നുള്ളത്, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത് മഖാമുൻ ഷരീഫുൻ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. മിൻ മഖാമാത്തി സാലിക്കീൻ, സാലിക്കീൻ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിലേക്ക് മുന്നിടുന്ന, അതായത് അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിലേക്ക് മുന്നിടുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്തും മുന്നിടാൻ ശ്രമിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് പൊതുവെ സാലിക്കീൻ എന്നുള്ള പദത്തിൽ ഉലമാക്കൾ ഉപയോഗിക്കാറുള്ളത്. അത് പ്രധാനമായി ശ്രദ്ധ കൊടുത്ത് അള്ളാഹുവിന്റെ ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ച് അതിൽ മുഴുകിക്കൊണ്ട് പണിയെടുക്കുന്ന ആളുകളെയാണ് സാലിക് എന്നുള്ള പദത്തിൽ എന്ന് പറയാറുള്ളത്. ആ ഒരു പ്രക്രിയക്കാണ് സുലൂക്ക് എന്നെല്ലാം പറയാറുള്ളത്. ഇൽമു സുലൂക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, ദിക്ർ, ഇബാദത്ത്, ആ ഒരു മേഖലയിൽ മുഴുകുന്ന ആളുകൾക്കാണ് അങ്ങനെ പറയുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാനങ്ങളിൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് സുഹദിന്റെ സ്ഥാനം എന്നുള്ളത്. വസ്സുഹുദു ഇബാറത്തുൻ അൻ ഇൻസിറാഫിർ റഗ്ബതി അനി ശൈഇ ഇലാ മാ ഹുവ ഖൈറുൻ മിൻഹു. സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയിക്കുന്നത് അൻ ഇൻസിറാഫിർ റഗ്ബതി അനി ശൈഇ, ഒരു കാര്യത്തെ തൊട്ടിട്ടുള്ള വിരക്തി, ഒരു കാര്യത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക, അകലുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇലാ മാ ഹുവ ഖൈറുൻ മിൻഹു, അതിനേക്കാൾ ഉത്തമമായ ഒന്നിലേക്ക്. ഒരു കാര്യത്തെ നാം ഒഴിവാക്കുകയാണ് അതിനേക്കാൾ ഉത്തമമായ മറ്റൊന്നിനു വേണ്ടി. ഇതിനാണ് സുഹദ് എന്ന് ഭാഷാപരമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആശയം അതാണ്. വശർത്തുൽ മർഗൂബി അൻഹു അൻ യകൂന മർഗൂബൻ ഫീഹി ബിവജ്ഹിൻ മിനൽ വുജൂഹ്. അതിനൊരു നിബന്ധനയുണ്ട്. ഏതൊന്നിനെയാണോ അവൻ ഒഴിവാക്കുന്നത്, ഒരു കാര്യത്തെ ഒഴിവാക്കുന്നു അതിനേക്കാൾ ഉത്തമമായ ഒന്നിനു വേണ്ടി എന്ന് പറഞ്ഞല്ലോ, ആ ഒഴിവാക്കുന്ന കാര്യം, ഒഴിവാക്കപ്പെടുന്ന കാര്യം ഉണ്ടല്ലോ, അതിനോട് ആഗ്രഹമുള്ള കാര്യമായിരിക്കണം. അതായത് ഒഴിവാക്കപ്പെടുന്ന കാര്യം എന്താണോ അത് അവന് ആഗ്രഹമുള്ള, പല നിലക്ക് താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം അവൻ ഒഴിവാക്കുന്നത്. അതിനേക്കാൾ ഉത്തമമായത് ഒഴിവാക്കുമ്പോൾ ഈ കാര്യം എന്തായാലും, ഒഴിവാക്കപ്പെടുന്ന കാര്യം എന്തായിരിക്കണം, അവന് പല നിലക്കും താല്പര്യമുള്ള, ഇഷ്ടമുള്ള കാര്യമായിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, സുഹദാവുകയുള്ളൂ. അപ്പൊ അവനൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാനത് ഒഴിവാക്കാന്ന് പറഞ്ഞ എന്തല്ല, സുഹദല്ല. അവന് ഇഷ്ടമുള്ള, താല്പര്യമുള്ള കാര്യമായിരിക്കണം. فمن رغب عن شيء ليس مرغوبا فيه ولا مطلوبا في نفسه لم يسمى زاهدا. ഒരാൾ അവനൊരു ഇഷ്ടമില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ എന്ത് പറയില്ല, ജാഹിദ് എന്ന് പറയാൻ സാധിക്കില്ല. അവൻ ഇഷ്ടമുള്ള, താല്പര്യമുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നതിനെ ജാഹിദ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കമൻ തറക തുറാബ് ലാ യുസമ്മ ജാഹിദൻ. ഏതുപോലെ ഒരാൾ കുറച്ചൊരു മണ്ണെടുത്തിട്ട് മണ്ണിനെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? കുറച്ച് സ്വർണ്ണം എടുത്തു, സ്വർണത്തിനോട് ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, സമ്പത്തിനോട് ഇഷ്ടം ഉണ്ടാവും, അതൊരാൾ ഒഴിവാക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അത് അവന് ഇഷ്ടം ഉണ്ടായിട്ട് ഒഴിവാക്കലാണ്, അത് സുഹദാണ്. എന്നാൽ വേറെ കുറച്ച് മണ്ണെടുത്തിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതെന്താവില്ല, സുഹദാവില്ല. കാരണം അവന് അതിനോട് താല്പര്യമില്ല. അപ്പൊ ഒരാൾ സുഹദ് കാണിക്കുന്നവനാണ്, അല്ലെങ്കിൽ ജാഹിദ് ആവണമെങ്കിൽ ഏതൊരു കാര്യത്തെയാണോ അവൻ ഒഴിവാക്കുന്നത് അതിനോട് അവന് പലതരത്തിൽ, ഏത് നിലക്കും ആകാം, അവന് ഇഷ്ടമുണ്ടായിരിക്കണം, താല്പര്യമുണ്ടായിരിക്കണം. وقد جرت العادة بتخصيص اسم الزاهد بمن ترك الدنيا. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഈ ജാഹിദ് എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്, ദുനിയാവ് ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടാണ്. ദുനിയാവിനെ വേണ്ടാന്ന് വെക്കുന്ന, ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന ആളുകളെയാണ് പൊതുവെ നമ്മൾ ജാഹിദ് എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കാറുള്ളത്. വമൻ ജഹിദ ഫീ കുല്ലി ഷൈഇൻ സിവല്ലാഹ് തആല. എന്താണ് ഉദ്ദേശം, അള്ളാഹു ഒഴികെ മറ്റെന്തിനേയും ഒഴിവാക്കുന്നവൻ, അള്ളാഹുവിനൊഴികെ, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ മറ്റെന്തിനേയും ഒഴിവാക്കുന്നവൻ. ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽബിൽ നിന്നുള്ള ഒഴിവാക്കലാണ്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അപ്പോ അങ്ങനെ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ളതിനെ ഒഴിവാക്കുന്നവനാണ് ജാഹിദ് എന്ന് പറയുന്നത്. ഫഹുവ ജാഹിദുൽ കാമിൽ. അങ്ങനെയുള്ളവനാണ് പരിപൂർണമായിട്ടുള്ള ജാഹിദ്. വമൻ ജഹിദ ഫിദ് ദുനിയ മഗ്റബതിഹി ഫിൽ ജന്നതി വനഈമിഹാ. ഇനി ഒരാൾ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി ബാക്കി എല്ലാത്തിനും ഒഴിവാക്കുന്ന, അള്ളാഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, അവനാണ് പരിപൂർണമായ ജാഹിദ് എന്ന് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം പറയുകയാണ്, ഒരാൾ ദുനിയാവിനെ ഒഴിവാക്കുന്നു, ദുനിയാവിലെ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും, സ്വർഗം കിട്ടണം, അതിലെ അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ദുനിയാവ് ഒഴിവാക്കുന്നത്. എന്നിട്ട് പറയാണ് ഫഹുവ അയ്വൻ ജാഹിദുൻ, അവനും ജാഹിദാണ്. അതായത് ഒന്നാമത്തെ ഒരാൾ അള്ളാഹു മതി എനിക്ക് എന്ന നിലക്ക് അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വെക്കുന്നു. രണ്ടാമത്തെ ഒരാൾ സ്വർഗം ലഭിക്കണം, സ്വർഗം പകരം കിട്ടണം എന്ന നിലക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ഒന്നാമത്തെ ആള് അസ്സാഹിദുൽ കാമിൽ, പരിപൂർണമായ ജുഹദിന്റെ പദവിയിൽ എത്തിയവൻ. രണ്ടാമത്തെ ആളും ജാഹിദാണ്, വലാകിന്നഹു ദൂനൽ അവ്വൽ. പക്ഷെ ഒന്നാമത്തെ പോലെ ആവില്ല, ഒന്നാമത്തവനെ പോലെ ആകില്ല.
അവൻ തിരിച്ചൊന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് ഇത് ഞാൻ ഒഴിവാക്കിയാൽ ഇതിലും വലുത് തിരിച്ചു സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ്. രണ്ടും സാഹിത്യങ്ങളാണ്, പക്ഷെ രണ്ടിന്റെയും ദറജ വ്യത്യാസമുണ്ട്. വഅലം, നീ മനസ്സിലാക്കുക, അന്നഹു ലൈസ മിനസ് സുഹ്ദി തർക്കുൽ മാൽ, നീ മനസ്സിലാക്കണം, സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഹ്ദിൽ പെട്ടതല്ല സമ്പത്ത് ഒഴിവാക്കുക. വബദ്ലുഹു അലാ സബീലിസ് സഖാഇ വൽ ഖുവ്വ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി, ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നൽകുന്നതുമല്ല സുഹ്ദ് എന്ന് പറഞ്ഞാൽ. വസ്തിമാലത്തുൽ ഖുലൂബ്, അല്ലെങ്കിൽ ഖൽബില് അതിനോടൊരു ചായ്വുണ്ടാവുക എന്ന് പറഞ്ഞാലും അതൊന്നല്ല സുഹ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇന്നമ സുഹ്ദു, സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻയത്റുക ദുനിയ ലിൽ ഇൽമി ബിഹഖാറതിഹാ ബിന്നിസ്ബതി ഇലാ നഫാസത്തിൽ ആഖിറ, ദുനിയാവ് അത് നിന്ദ്യമാണ്, അത് വില കുറഞ്ഞതാണ്, അതിനൊരു വിലയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി പരലോകത്തിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിനെ ഒഴിവാക്കുന്നതിന്റെ പേരാണ് സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ കുറെ സമ്പത്ത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ കുറെ സമ്പത്ത് ഇങ്ങനെ വെറുതെ ദാനം നൽകി, അങ്ങനെയൊക്കെ ചെയ്തു, അതിന്റെ പേരല്ല സുഹ്ദ് എന്ന് പറഞ്ഞാൽ. സുഹ്ദ് എന്നതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവ് വില കുറഞ്ഞതാണ്, അതൊരു കാര്യമില്ല, അതൊരു നിന്ദ്യമായതാണ്, അതിനൊരു പ്രസക്തിയില്ല എന്ന നിലക്ക് ബോധ്യപ്പെട്ട് സ്വർഗത്തിന്റെ മൂല്യവും വിലയും മനസ്സിലാക്കി ആ ദുനിയാവിനെ ഖൽബിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സുഹ്ദ് എന്ന് പറയുന്നത്. വമൻ അറഫ അന്ന ദുനിയ കസൽജി യദൂബ്, ഒരാൾ ബോധ്യപ്പെടുകയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഉരുകിപ്പോകുന്ന ഒരു മഞ്ഞ് പോലെയാണ്, മഞ്ഞുകട്ട അല്ലെങ്കിൽ ഐസ് കട്ട പോലെയാണ്. വലാഖിറ കദ്ദുരി യബ്ഖാ, പരലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പഴമുത്ത് പോലെയാണ്. ഖവിയത് റഗ്ബതുഹു ഫീ ബൈഇ ഹാദിഹി ബിഹാദിഹി, അങ്ങനെ അത് ബോധ്യപ്പെട്ട ഒരുത്തന് ഈ ദുനിയാവ് നൽകിക്കൊണ്ട് പരലോകം നേടി വാങ്ങുക എന്നുള്ളത് അവന് വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കും. അതായത് ഈ ദുനിയാവ് എന്നുള്ളത് എന്തായാലും തീർന്നു പോകുന്ന, അലിഞ്ഞു പോകുന്ന ഒരു ഐസ് കട്ട പോലെ, അല്ലെങ്കിൽ മഞ്ഞിന്റെ കട്ട പോലെയാണ് അതിന്റെ യാഥാർത്ഥ്യം. പരലോകം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പഴമുത്ത് പോലെയാണ്. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവ് നൽകിക്കൊണ്ട് ആ പരലോകം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിലെ അവന്റെ സമയം, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റി പരലോകത്തിന് വേണ്ടി മാറ്റി വെച്ച് പരലോകം നേടിയെടുക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. ആ ഒരു ചിന്ത, ആ ഒരു താല്പര്യം അവന് വർദ്ധിക്കുകയും ചെയ്യും. വഖദ് ദല്ല അലാ ദാലിക ഖൗലുഹു തആല, ഈ ഒരു കാര്യത്തെ അറിയിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ അറിയിക്കുന്ന ആയത്തുകൾ ചിലത് കൊടുക്കുകയാണ്. ഖുൽ മതാഉദ് ദുനിയ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിന്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ്, പരലോകം എന്നുള്ളതാണ് തഖ്വയുള്ളവർക്ക്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. മറ്റൊരായത്ത് സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ ആയത്ത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖിൻ, നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ അടുക്കലുള്ളത് അത് നശിച്ചു പോകും, അത് തീർന്നു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലുള്ളതാണ് നിലനിൽക്കുന്നതായിട്ടുണ്ടാവുക എന്നുള്ളത്, അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ് നിലനിൽക്കുന്നതായിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്. നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ആയത്തുകളിൽ, അതിലെ ഖുർആൻ മുഴുവൻ ദുനിയാവിനോടുള്ള സുഹുദിനെയും വിരക്തിയെയും പരലോകത്തിനോടുള്ള റഗ്ബത്തിനെയും പറ്റിയാണ് ചർച്ച. പരലോകത്തിലേക്കുള്ള പ്രോത്സാഹനവും ദുനിയാവിനോടുള്ള വിരക്തിയുമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ ദുനിയാവിനെ പ്രശംസിച്ചുകൊണ്ട്, ദുനിയാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതിനെ സനാ ചെയ്തുകൊണ്ട് ആയത്തുകൾ കാണും? ഇല്ല. എന്നാൽ പരലോകത്തെ പറ്റി ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടാവും. ദുനിയാവിനെ താഴ്ത്തിക്കൊണ്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന് സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്ത്, വമിൻ ഫളീലത്തി സുഹ്ദി ഖൗലുഹു തആല, സുഹുദിന്റെ ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന മറ്റൊരായത്താണ് സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി, വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണ് നീ പായിക്കേണ്ട, അഥവാ നീ നോക്കേണ്ട, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമായിക്കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഇണകൾ അഥവാ കാഫിരീങ്ങളുടെ, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ അവർക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ വിഭവങ്ങളാവട്ടെ, അവരുടെ ഇണകളാവട്ടെ, അവരുടെ വസ്തുക്കളാവട്ടെ, അതിലേക്ക് നീ കണ്ണു വായിക്കേണ്ട, നീ നോക്കേണ്ട. അത് ലിനഫ്തിനഹും ഫീഹി, അത് അവർക്കൊരു പരീക്ഷണമാണ്. അവർക്ക് ദീനിലേക്ക് അടുക്കാതെ ആ കുഫറിൽ തുടരാൻ വേണ്ടിയിട്ടുള്ളതായിട്ടും പരലോകത്ത് ശിക്ഷ കൂടാനുമായിട്ടുള്ള ഒരു ഫിത്നയാണ് അവർക്ക് നൽകിയിട്ടുള്ള ഈ ഭൗതികമായ വസ്തുക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി ഒരു ഹദീസ് കൂടി
ഇതിനോട് കൂടി കൊടുക്കുന്നുണ്ട്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ വഹമ്മുഹു ദുനിയ, ആരാണോ അവന്റെ ചിന്ത ദുനിയാവാകുന്നത്, അവൻ ഓരോ ദിവസവും അവന്റെ ചിന്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദുനിയാവാകുന്നത്, ശത്തല്ലാഹു അലൈഹി അംറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഛിന്ന ഭിന്നമാക്കും. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അവൻ അതിന്റെ പിന്നാലെ മുഴുകിപ്പോയിരിക്കുന്ന അവസ്ഥ. വഫറഖ അലൈഹി ദൈഅതഹ്, അവന്റെ കാര്യങ്ങളെല്ലാം ഭിന്നിച്ചു കിടക്കുന്ന, അവന്റെ ആവശ്യങ്ങളൊന്നും നേരാവണ്ണം നടക്കാതെ ആകെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ടാകും. അവൻ തന്നെ പിന്നാലെ ഓടി നടക്കേണ്ട അവസ്ഥ. വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ എത്ര സമ്പത്ത് അവനുണ്ടെങ്കിലും അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പേടിയായിരിക്കും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവന് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ ദുനിയാവിൽ നിന്നൊന്നും കിട്ടുകയില്ല. വമൻ അസ്ബഹ വഹമ്മുഹുൽ ആഖിറ, ആരുടെയാണോ അവന്റെ ചിന്ത പരലോകമാകുന്നത്, ജമഅ അല്ലാഹു ലഹു ഹമ്മഹു, അവന്റെ ഉദ്ദേശം അവന്റെ ലക്ഷ്യം അത് അല്ലാഹു ഒരുമിപ്പിച്ചു കൊടുക്കും. വഹഫിള അലൈഹി ബൈഅതഹ്, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സംരക്ഷിക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അല്ലാഹു ധന്യത നിറക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, അവന്റെ പിന്നാലെ ദുനിയാവ് അവന് വന്നെത്തുകയും ചെയ്യും. നോക്കൂ, ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ഒരാളെയും പരലോകം ലക്ഷ്യം വെക്കുന്ന ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതെന്താ ഉദ്ദേശം? ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ആൾ, ദുനിയാവിനോട് ഇഷ്ടമുള്ള ആൾ; പരലോകം ലക്ഷ്യം വെക്കുന്ന ആൾ, ദുനിയാവിൽ സുഹൃദ് കാണിക്കുന്ന വ്യക്തി. അപ്പോ ഇതെല്ലാം ഈ ഒരു കാര്യത്തെ, സുഹൃദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുള്ള പിന്നീട് കൊടുക്കുന്നത് സലഫുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അസറുകളെയാണ്. നമ്മൾ അങ്ങനെയാണ് ദീന് മനസ്സിലാക്കേണ്ടത്. ഖുർആനിന്റെ ആയത്തിനെ മനസ്സിലാക്കണം, ഹദീസിനെ അതെങ്ങനെയാണ് അതിന് വിശദീകരിച്ചുള്ള മനസ്സിലാക്കണം, സലഫുകൾ സഹാബികളും സലഫ് സാലിഹീങ്ങളും അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഓർഡറിൽ അടുത്തത് കൊടുക്കുന്നത് സലഫുകൾ ഇതിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ്, അഥവാ സുഹുദുമായി ബന്ധപ്പെട്ട്. വഖാലൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, യുഹ്ശറുൻ നാസു ഉറാതൻ മാ ഖലാ അഹ്ലി സുഹ്ദ്, നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം നഗ്നരായിട്ടാണ് കൊണ്ടുവരപ്പെടുക, സുഹദിന്റെ ആളുകൾ ഒഴികെ എന്നുള്ളത്. ഈ റിവായത്തിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുണ്ട്, വഅഫായിട്ട് ഉലമാക്കൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാല, മറ്റൊന്ന്, ഇന്ന അഖ്വാമൻ അക്രമുദ് ദുനിയ, മറ്റൊന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്, ചില ആളുകൾ അവർ ദുനിയാവിനെ ആദരിക്കുന്നു, ദുനിയാവിന് ഒരു ആദരവ് കൊടുക്കുന്നു. ഫസലബത്ഹും അലൽ ഖുശുബ്, അവരെ ദുനിയാവ് ഒരു മരത്തടിയിൽ കുരിശിലേറ്റുന്ന പോലെ ആക്കുന്നു. അഥവാ ദുനിയാവിന് ഒരു ആദരവ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ദുനിയാവ് അവരെ പിടിച്ച് കെട്ടിയിട്ട അവസ്ഥയിലാകും. ഫഹീനുഹ, നിങ്ങൾ അതിന് വില കുറച്ച് കാണുക, അതിന് വലിയ വില നിങ്ങൾ കൊടുക്കരുത്. ഫാഹ്നഹുമാ തകൂനു ഇദാ ഹൻതുമുഹ, അത് നിങ്ങൾ എത്രത്തോളം അതിനെ വില കുറഞ്ഞ സാരമായി കാണുന്നുവോ അതെത്രയും നിങ്ങൾക്ക് നിസ്സാരമായി കിട്ടും. അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും എന്നുള്ളത്. വഖാൽ ഫുദൈൽ ഇബ്നു ഇയാബ് റഹിമഹുല്ലാ, ആബിദുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സലഫുകളിൽപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാബ് റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കാണാം, ജുഇല അശ്ശറു കുല്ലുഹു ഫീ ബൈത്തിൻ, ഒരു വീടിനകത്ത് എല്ലാ ഷർറുകളും ഒരു വീടിനകത്താക്കപ്പെട്ടു. വജുഇല മിഫ്താഹുഹു ഹുബ്ബുദ് ദുനിയ, എന്നിട്ട് അതിന്റെ താക്കോൽ എന്നുള്ളത് ദുനിയാവിനോടുള്ള ഇഷ്ടവുമാക്കി. വജുഇല അൽ ഖൈറു കുല്ലുഹു ഫീ ബൈത്തിൻ, ഖൈറെല്ലാം ഒരു വീട്ടിലാക്കി, എല്ലാ നന്മകളും കൂടി ഒരു വീട്ടിലാക്കി. വജുഇല മിഫ്താഹുഹു അസ്സുഹ്ദു ഫി ദുനിയ, അതിന്റെ താക്കോൽ എന്നുള്ളത് എന്താണ്? ദുനിയാവിനോടുള്ള സുഹുദുമാണ് എന്ന്. അതായത് എല്ലാ ഷെറിലേക്കുമുള്ള കവാടം എന്താണ്? ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പല കിതാബുകളിലും പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവർക്ക് വന്ന റസൂലുകളെ നിഷേധിക്കാനും കളവാക്കാനും അവരുടെ പാപങ്ങളിൽ മുഴുകാനും എല്ലാമുള്ള അടിസ്ഥാന കാരണം ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോ ഖൈറുകളുടെ കവാടം തുറന്നു കിട്ടാൻ അതിനുള്ള മാർഗം എന്താണ്? സുഹുദ് ഫി ദുനിയ, ദുനിയാവിനോട് സുഹുദ് ഉണ്ടാവുക എന്നുള്ളതാണ്. വകാന ബഅദു സലഫ് യഖൂൽ, എന്നിട്ട് ശൈഖ് അടുത്തൊരു അസർ കൊടുക്കുകയാണ്, സലഫുകളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, അസ്സുഹുദു ഫി ദുനിയ യുരീഹുൽ ഖൽബ് വൽ ബദൻ, ദുനിയാവിനോട് സുഹുദ് ഉണ്ടാവുക, വിരക്തി ഉണ്ടാവുക എന്നുള്ളത് ഖൽബിനും ശരീരത്തിനും റാഹത്ത് നൽകുന്ന ഒരു കാര്യമാണ്. ഖൽബിനും ശരീരത്തിനും റാഹത്ത് നൽകുന്ന ഒരു കാര്യമാണ്. വറഗ്ബതു ഫീഹാ തുക്തിറുൽ ഹമ്മ വൽ ഹസൻ, എന്നാൽ അതിനോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് ഒരുത്തന്റെ ടെൻഷനും ദുഃഖവും എല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ദുനിയാവിനോട് ഒരാൾക്ക് താല്പര്യവും ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ബേജാറും ദുഃഖവും എല്ലാം വർദ്ധിക്കുകയും ചെയ്യും.
ഇവിടെ നാം പരിശോധിക്കേണ്ടത് ഇതുപോലെയുള്ള കിതാബുകളും അല്ലെങ്കിൽ സുഹുദുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, ദുനിയാവിനെ താഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ എന്താണ് അവസ്ഥ, നമ്മുടെ ഖൽബിൽ എന്താണ് അവസ്ഥ, എത്രത്തോളമാണ് ദുനിയാവിനും അതിന്റെ കാര്യങ്ങൾക്കും നാം സമയവും പ്രാധാന്യവും കൊടുക്കുന്നത്, എത്രത്തോളമാണ് പരലോകത്തിനും അതിന്റെ കാര്യങ്ങൾക്കും നാം സമയവും പ്രാധാന്യവും കൊടുക്കുന്നത് എന്ന്. എന്നിട്ട് അടുത്ത ഫസ്ലായിക്കൊണ്ട് ഈ വിഷയത്തിൽ പറയുന്നത് ഫി ദറജാത്തി സുഹ്ദി വഖ്സാമുഹു, സുഹദിന്റെ ദറജകളും സുഹദിന്റെ ഇനങ്ങളും. സുഹദ് എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്ത ദറജകളിലായിട്ടുണ്ടാകും. അത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സുഹദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നു അദ്ദറജത്തുൽ ഊല, ഒന്നാമത്തെ ദറജ, സുഹദിലെ ഒന്നാമത്തെ ദറജ എന്നുള്ളത്, ഒന്നാമത്തേത് പറഞ്ഞാൽ സ്ഥാനം കൊണ്ടല്ല, അത് അല്ലാതെ ഏറ്റവും താഴ്ന്ന ദറജ, ഏറ്റവും ഉന്നതമായതെന്നല്ല, ഏറ്റവും താഴ്ന്നതായിട്ടുള്ള ദറജ, അല്ലെങ്കിൽ ദറജകളിൽ ഓരോ ദറജകളായി പറയുമ്പോൾ അതിലൊരു ദറജ മിനന്നാസി മയ്യസ്ഹദു ഫിദ്ദുനിയ വഹുവ ലഹാ മുസ്തഹിൻ. ചില ആളുകൾ ഉണ്ടാകും, നമ്മൾ ഇനി പറയുന്ന മൂന്നോളം ദറജകളാണ് പറയുന്നത്, ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ചില ആളുകൾ ഉണ്ടാവും, അവർ ദുനിയാവിനോട് അവർക്ക് വിരക്തി ഉണ്ടാകും, പക്ഷെ അതേസമയം അവർക്ക് ദുനിയാവിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ദുനിയാവിനോട് ഭയങ്കര ആഗ്രഹവും അവരുടെ ഇച്ഛയും ഒക്കെ ഉണ്ടാകും. അതിരിക്കെ തന്നെ അവർ ദുനിയാവിനോട് എന്ത് കാണിക്കുന്നുണ്ടാവും, സുഹൃത്ത് കാണിക്കുന്നുണ്ടാകും. ലാകിന്ന യുജാഹിദു നഫ്സഹു, ആ ഇഷ്ടം ഉണ്ടായിട്ട് അവർ എന്താ ചെയ്യുന്നത്, സ്വന്തത്തെ ഇങ്ങനെ ജിഹാദ് ചെയ്ത് പരിശ്രമിച്ച് അവർ സുഹൃത്ത് കാണിക്കുന്ന ആളുകളായിരിക്കും. ദുനിയാവിനോട് നല്ല ഇഷ്ടമായിരിക്കും, പക്ഷെ പരിശ്രമിച്ച് സുഹൃത്ത് കാണിക്കുന്ന ആൾ. വഹാദാ യുസമ്മ അൽ മുതസഹിദ്, ഇങ്ങനെയുള്ള ആളുകളെയാണ് മുതസഹിദ് എന്ന് പറയുക. വഹുവ മബ്ദഉ സുഹദ്, മുതസഹിദ് എന്ന് പറഞ്ഞാൽ സുഹദിന്റെ തുടക്കത്തിൽ, ആരംഭത്തിലുള്ള ആള് എന്നാണ് അർത്ഥം. അതായത് ദുനിയാവിനോട് അങ്ങേയറ്റം ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടായിട്ട് സ്വന്തത്തിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് ദുനിയാവിനോടുള്ള വിരക്തി കാണിക്കുന്നവനെ മുതസഹിദ് എന്ന് പറയും. മുതസഹിദ് എന്ന് പറയുമ്പോൾ സുഹദിന്റെ തുടക്ക സ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ അൻ യസ്ഹദ ഫീഹാ തൗഅൻ ലാ യുകല്ലിഫു നഫ്സഹു ദാലിക്, അവന് പ്രകൃതിയാണെങ്കിൽ അവന് സ്വമേധയാ തന്നെ സുഹദ് ഉണ്ടാകും. അവന് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാനോ ദുനിയാവിയായിട്ടുള്ള കാര്യം വേണ്ടാന്ന് വെക്കാനോ അവന് വലിയ നഫ്സിനോട് ജിഹാദും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവന് നഫ്സിനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവനല്ലാതെ തന്നെ ഉണ്ടാകും. ലാകിന്നഹു യറാ സുഹ്ദഹു വയൽതഫിതു ഇലൈഹി, പക്ഷേ അവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അവന്റെ സുഹൃത്തിനെ പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് അതിലേക്കൊരു ശ്രദ്ധ അവന് പോകുന്നുണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ സുഹൃത്തുള്ള ആളാണ് എന്ന നിലക്ക് അവൻ ആ സുഹൃത്തിന് അവന് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകും. ഫയക്കാദു യഅജബു ബിനഫ്സിഹി, അങ്ങനെ അവൻ എന്തുണ്ടാവും, ഞാൻ സാഹിദാണ് എന്ന നിലക്കൊരു ഉജ്ബ് അവനുണ്ടാവും. അതായത് ബാക്കിയുള്ള ആളുകളൊക്കെ അവന് സ്വമേധയാ ദുനിയാവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവൻ ആ സുഹൃത്തിന് എന്ത് കൊടുക്കും, പ്രത്യേകമായിട്ട് ഒരു പരിഗണന കൊടുത്ത് അവന്റെ സ്വന്തത്തിൽ ഞാൻ സുഹൃത്തൊക്കെ ഉള്ള ആളാണ്, ഞാൻ അങ്ങനെ ഒരാളാണ്, ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ ദുനിയാവിനോട് ഇഷ്ടമുള്ള ആളാണ് എന്ന നിലക്ക് ആയി പോകുന്ന അവസ്ഥയുണ്ടാകും. വയറ അന്നഹു ഖദ് തറക ശൈഅൻ ലഹു ഖദറുൻ ലിമാ ഹുവ അഅലമു ഖദറൻ മിൻഹു, അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഞാൻ ഇതാ ഈ ഒരു ബാക്കിയുള്ളവർ വില കൊടുക്കുന്ന ഈ ദുനിയാവിനെ അതിനേക്കാൾ വിലയുള്ള ആ സ്വർഗത്തിന് വേണ്ടി ഒഴിവാക്കിയവനാണ്. അങ്ങനെ ഒരു ചിന്ത അവന്റെ സ്വന്തത്തിലുണ്ടാവും. ഞാനൊക്കെ വേണ്ട വെച്ചവനാണ്, അതിനേക്കാൾ വലിയ സ്വർഗത്തിന് വേണ്ടി ഞാൻ വേണ്ട വെച്ചവനാണ് എന്ന ആൾക്ക് അവന്റെ മനസ്സിലുണ്ടാവുക. കവൻ യത്റകു ദിർഹമൻ ലിയഖദി ദിർഹമൈൻ, ഏതുപോലെ ഒരു ദിർഹം 2 ദിർഹം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരു ദിർഹം ഒഴിവാക്കുന്നവനെ പോലെ. അതായത് അവനറിയാം, ഒരാൾക്കറിയാം ഞാൻ ഈ ദിർഹം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ദിർഹം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ ദിർഹം ഇവന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ദിർഹം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ഇത് ചെലവഴിക്കുന്നവനെ പോലെയാണ് അവൻ. അവന് സ്വമേധയാ സുഹൃത്തിന്റെ ഇതുണ്ടാകും, പക്ഷെ അത് റുജുബിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ ഇത് കൊടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടാകും. വഹാദ ഐവൻ നഖ്സാൻ, ഇതും സുഹദാണ് പക്ഷെ കുറവാണ്, ഇത് ശരിയല്ല. അതായത് പരിപൂർണമായ ജാഹിദിന്റെ അവസ്ഥയിൽ അവൻ എത്തിയിട്ടില്ല, അവൻ സുഹദിൽ കുറവ് സംഭവിച്ചവനാണ്. അദ്ദറജത്തു സാലിസ, മൂന്നാമത്തേത് വഹിയൽ ഉല്യ, ഇതാണ് സുഹദിന്റെ ദറജകളിൽ ഉന്നതമായിട്ടുള്ളത്. അൻ യസ്ഹദ തവഅൻ, അവൻ സുഹദ് ഉണ്ടാകും, അവന് ദുനിയാവിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല, വലിയ നിർബന്ധിക്കാതെ തന്നെ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. വയസ്ഹദ ഫീ സുഹദിഹി, അവന്റെ സുഹദിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല.
അതായത് നേരത്തെ പറഞ്ഞ ആളെന്താണ്, ഞാൻ ജാഹിദാണ് എന്ന നിലക്ക് സുഹൃത്തിനൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. ഇവൻ ഈ ദുനിയാവിനോട് അവൻ വിരക്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതിനോട് തന്നെ അവനൊരു കാര്യം ഉണ്ടാവില്ല, അതിനോട് തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഫലാ യറാ അന്നഹു തറക ശൈഅൻ, അവൻ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കി നിലയ്ക്ക് നമുക്ക് തോന്നൂല. അതായത് നേരത്തെ പറഞ്ഞ ആള് ഞാൻ ദുനിയാവ് ഒഴിവാക്കിയവനാണ് എന്ന നിലക്കൊരു ചിന്ത അവന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും കാര്യം ഒഴിവാക്കി എന്നുള്ള ഒരു ചിന്തയെ അവനുണ്ടാവില്ല. അവന് ആ ഒഴിവാക്കിയ സാധനത്തിന് ഒരു വില അവൻ കൊടുക്കുന്നുണ്ടാവില്ല. ലിഅന്നഹു അറഫ അന്ന ദുനിയ ലൈസത് ബിശൈഇൻ, കാരണം അവന് നല്ല ബോധ്യം ഉണ്ടാവും ദുനിയാവ് ഒന്നുമല്ല, ഒരു കാര്യമല്ല ദുനിയാവ് എന്നുള്ള ശരിക്ക് ബോധം അവനുണ്ടാകും. ഫയകൂനു കമൻ തറക ഖിർഖതൻ വഅഖദ ജൗഹറതൻ, അവൻ ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഷിഞ്ഞ ഒരു ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു തുണിയോ മറ്റോ, അത് അവൻ ഒഴിവാക്കുകയാണ്, മൂല്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അത് ഒഴിവാക്കുകയാണ്. അതുപോലെ ആയിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക. അതായത് മൂന്നാമത് പറഞ്ഞ ആൾക്ക് ദുനിയാവിനെ ഒഴിവാക്കിയത് അവനൊരു വിഷയമേ ആവില്ല, അവന് അതിനെക്കുറിച്ച് യാതൊരു പരിഗണന ഉണ്ടാവില്ല. അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഷിഞ്ഞ ഒരു സാധനം മൂല്യവത്തായ ഒരു സാധനത്തിന് വേണ്ടാന്ന് വെച്ച പോലെ ഉണ്ടാവുള്ളൂ, അവനൊരു പരിഗണന അതിന് കൊടുത്തിട്ടുണ്ടാവില്ല, അഥവാ ദുനിയാവിന്. ഫലാ യറാ ദാലിക മുആവളതൻ, അവനാ പകരം കിട്ടുന്ന ഒരു കാര്യം ഞാൻ ഒഴിവാക്കിയതിന് പകരമാണല്ലോ എന്ന ചിന്ത അവനുണ്ടാവില്ല. ശരിക്കും ഒന്നുകൂടിയും പറയാം, 3 ദർജകളിൽ ഒന്നാമത്തെ ആള് പറഞ്ഞത് ദുനിയാവിനോട് അങ്ങേയറ്റ ഇഷ്ടവും താല്പര്യം ഉണ്ടായിട്ടും കഠിനമായി പരിശ്രമിച്ച് സുഹൃത് കാണിക്കുന്ന ഒരുത്തൻ, ഒന്നാമത്തെ ആള് പറഞ്ഞത്. രണ്ടാമത്തേത് അവൻ അത്ര ദുനിയാവിനോട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അവന് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ജാഹിദാണ് എന്നുള്ള ഒരു ചിന്തയും ഞാൻ ഇത് ഒഴിവാക്കുന്നത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലോ അല്ലെങ്കിൽ പരലോകത്തോ ഇതിന്റെ ഇരട്ടി കിട്ടാനുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ സുഹൃത് കാണിക്കുന്നവൻ. മൂന്നാമത്തെ ആള് സുഹൃത് കാണിക്കുന്നുണ്ടാകും, പക്ഷെ ആ സുഹൃതിന് തന്നെ അവനൊരു വില കൊടുക്കില്ല. അവൻ എന്തെങ്കിലും ഞാൻ അതൊക്കെ ഒഴിവാക്കിയെന്ന് ചിന്ത ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ആൾക്ക് ഞാൻ ദുനിയാവൊക്കെ ഒഴിവാക്കിയല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇവന് ഒഴിവാക്കിയ ദുനിയാവിന് തന്നെ അവനൊരു വില കൊടുക്കൂല. അവന്റെ മനസ്സിലുണ്ടാവുക ഞാൻ ഇപ്പൊ എന്തോ ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ദുനിയാവ് അത്ര നിസ്സാരമല്ലേ. അതിന് ഉപയോഗം പറഞ്ഞത് ചീഞ്ഞ മുഷിഞ്ഞൊരു കാര്യം വേറെ എന്തെങ്കിലും മൂല്യവത്തായ ഒരു കാര്യത്തിൽ ഒഴിവാക്കുമ്പോ എന്തെങ്കിലും വില ഉണ്ടാവുമോ? ഞാനത് ഒഴിവാക്കിയോണ്ട് അത് കിട്ടിയെന്നൊക്കെ ഉണ്ടാവും. അവൻ അത്രയും അത് കൊടുക്കൂല, അവനൊരു ഇതിന് പകരമാണ് അത് എന്നുള്ള ചിന്ത അവനുണ്ടാവില്ല. ഫഇന്ന ദുനിയ ബിൽ ഇളാഫത്തി ഇലാ നഈമിൽ ആഖിറ അഹ്സനു മിൻ ഖിറഖത്തിൻ ബിൽ ഇളാഫത്തി ഇലാ ജൗഹറ. ഇത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവ് പരലോകവുമായി വെച്ച് നോക്കുമ്പോ അതിനേക്കാൾ നല്ല എന്താണ് ഈ മുഷിഞ്ഞ തുണി വേറെ എന്തെങ്കിലും മൂല്യവത്തായ ഒരു കാര്യത്തിന് വെക്കുന്ന. അതായത് പരലോകമായി വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് എന്താണ്, ഒന്നുമില്ല, അത്രയും നിസ്സാരമായ കാര്യമാണ്. അപ്പൊ വേറെ എന്തെങ്കിലും മുഷിഞ്ഞ സാധനവും മൂല്യവത്തായ സാധനവും കമ്പയർ ചെയ്യുന്നേക്കാൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല. ഫഹാദാ ഹുവൽ കമാലു ഫി സുഹ്ദ്, ഇതാണ് സുഹദിന്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുഹദിലെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലക്ക് ദുനിയാവിനോട് വിരക്തി കാണിക്കലാണ്. എന്നിട്ട് ഷെയ്ഖ് ഒന്നുകൂടിയും അതിന്റെ ഒരു അവസ്ഥ എന്താണ്, അതിന്റെ ആശയം എന്നുള്ളത് ഒന്നുകൂടി ഒരു ഉപമ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. വഅലം, നീ മനസ്സിലാക്കുക, അന്ന മസല മൻ തറക ദുനിയ, ദുനിയാവ് ഒഴിവാക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസലു മൻ മനഅഹു അൻ ബാബിൽ മലികി കൽബുൻ അലാ ബാബിഹി. ഒരാള് അവൻ ഒരു രാജാവിന്റെ അടുത്തേക്ക് പോവാണ്, ഒരു രാജാവിനെ കാണാൻ വേണ്ടി പോവാണ്. രാജാവിന്റെ അടുക്ക് നല്ല സ്ഥാനവും നല്ല പദവിയും ഒക്കെ ലഭിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ആ പോകുന്ന വഴിക്ക് രാജാവിന്റെ കവാടത്തിന്റെ മുമ്പിൽ ഒരു നായ അവിടെ കാവലിനുണ്ട്. നായ അവനെ കയറ്റി വിടുന്നില്ല, അവനെ കയറ്റി വിടുന്നില്ല. ഫൽഖാ ഇലൈഹി ലുഖ്മതൻ മിൻ ഖുബ്സിൻ, അങ്ങനെ ഈ നായ കടത്തി വിടാത്തപ്പോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റൊട്ടിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ആ നായക്ക് ഇട്ട് കൊടുത്തു. ഫശഗലഹു ബിദാലിക, അപ്പൊ ആ നായ എന്തായി, ആ കിട്ടിയ ഖുബ്സിന്റെ കഷ്ണവുമായി ബന്ധപ്പെട്ട് അതിൽ മുഴുകിയിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ നായ അങ്ങനെ പോയപ്പോ വദഖല, ഇവൻ എന്ത് ചെയ്തു, ആ കവാടത്തിലൂടെ രാജാവിന്റെ അടുത്തേക്ക് പോയി. ഫഖറുബ മിനൽ മലിക്, അങ്ങനെ രാജാവിന്റെ അടുത്ത സ്ഥാനം കിട്ടി, ഉന്നതമായ പദവി കിട്ടി, അങ്ങനൊക്കെ കിട്ടി. അങ്ങനെ ചിന്തിക്കുക, ചോദിക്കുകയാണ് അഫതറാഹു യറാ ലിനഫ്സിഹി യദൻ ഇൻദൽ മലിക് ബിലുഖ്മത്തിൻ അൽഖാഹാ ഇലാ ഖൽബിഹി ഫീ മുഖാബലത്തിൻ മാ ഖദ് നാലഹു. ഈ നിങ്ങളോട് ചോദിക്കുകയാണ്, ചോദ്യം പോലെ ഷേഖ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവന്റെ സ്വന്തത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ആ റൊട്ടി കഷ്ണം നായക്ക് കൊടുത്തോണ്ട് അതിന് പകരമായിട്ടാണ് ഇതൊക്കെ കിട്ടിയത്, അതുകൊണ്ട് ആ റൊട്ടി കഷ്ണം കൊടുത്തതാണ് മൂല്യമായിട്ടൊരു കാര്യം ഇത് വെച്ച് നോക്കുമ്പോൾ എന്ന് അവൻ ചിന്തിക്കുമോ? അതായത് ആ റൊട്ടി കഷ്ണം വളരെ മൂല്യവത്തായ ഒരു സാധനമാണ്, അതിന് പകരമാണ് എനിക്ക് ഈ രാജാവിന്റെ ഇത് കിട്ടിയത് എന്ന് അവൻ ചിന്തിക്കുമോന്ന്? ഇല്ല. കാരണം എന്താ, അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അവനത് പോയാൽ അവനെന്തല്ല, ഒരു വിഷയമുള്ള കാര്യമല്ല, അതുപോലെ അവൻ ചിന്തിക്കുള്ളൂ. അതാണ് പറയുന്നത്. അപ്പൊ അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കാൻ, പരലോകത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരാൾ ദുനിയാവ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജാഹിദിന്റെ മനസ്സിൽ
ഈ ദുനിയാവിന് അത്രയും ഒരു സ്ഥാനം ഉണ്ടാവില്ല, ഇത് കൊടുത്തോണ്ടാണ് അത് കിട്ടിയെന്നുള്ള ചിന്തയെ ഉണ്ടാവില്ല. അത്രയും നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഫശൈത്താനു കൽബുൻ അലാ ബാബില്ലാ. ഷൈത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കവാടത്തിന് മുമ്പിലുള്ള നായയാണ്. അഥവാ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ, നമുക്ക് അടുക്കാൻ തടസ്സമായി നിൽക്കുന്ന നായയാണ് ഷൈത്താൻ. ജനങ്ങൾ അള്ളാഹുവിന്റെ ആ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത്. വാതിലാണെങ്കിലോ തുറന്നു കിടക്കുന്നതാണ്. അതായത് അള്ളാഹുവിലേക്കുള്ള കവാടം തുറന്ന് വിശാലമായി കിടക്കുകയാണ്. പക്ഷെ അതിനു മുമ്പിൽ ജനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, ജനങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പിൽ നിൽക്കുന്ന ഒരു നായയെ പോലെയാണ് ആര്? ശൈത്താൻ എന്നുള്ളത്. വൽ ഹിജാബു മർഫൂൻ, ആ കവാടത്തിന് മുമ്പിൽ വല്ല കർട്ടനോ മറയൊന്നുമില്ല, തുറന്നു കിടക്കുകയാണ് ആ വാതിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക്. വദ്ദുന്യാ കലുഖ്മതീൻ, ആ നായക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഉരുള റൊട്ടിയെ പോലെയാണ് എന്ത്? ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സമായി ശൈത്താൻ നിൽക്കുമ്പോൾ ആ ശൈത്താൻ അകറ്റാൻ വേണ്ടി നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടി കഷ്ണം പോലെയാണ് ദുനിയാവ് എന്നുള്ളത്. ഫമൻ തറക്കഹാ ലിയനാല ഇസ്സൽ മുൽക്ക്, ആരാണോ ആ ആധിപത്യത്തിന്റെ ഉന്നതമായ പ്രതാപം നേടാൻ വേണ്ടി ഇതിനെ ഒഴിവാക്കുന്നത്, ഫകൈഫ യൽതഫിതു ഇലൈഹ, പിന്നെ ഒഴിവാക്കിയ സാധനത്തിന് അവന് വല്ല ചിന്ത ഉണ്ടാവോ? ആ ഒഴിവാക്കിയ സാധനം പിന്നെ അവൻ ആലോചിക്കോ? ഇല്ല. അതായത് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഉപമ ഉണ്ടല്ലോ, ഈ നായന്റെ മേൽക്ക് റൊട്ടി എറിഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് അവിടെ ആ രാജാവിന്റെ അടുക്കൽ എന്താണ്, അയാൾക്ക് എന്ത് കിട്ടുകയാണ്? ഉന്നതമായ പദവി കിട്ടുകയാണ്. പിന്നെ അവൻ അവിടെ കിടന്നിട്ട് നാലിന്റെ റൊട്ടി കഷ്ണം പോയല്ലോ ഒന്ന് ദുഃഖിച്ചിരിക്കോ? ഇല്ല. അതുപോലെ ആയിരിക്കണം ദുനിയാവ് ഒഴിവാക്കുന്നതിന്റെ ഒരു അവസ്ഥ. അതായത് നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് വെക്കുകയാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ആ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. നമുക്ക് പിന്നെ എന്ത് തോന്നാൻ പാടില്ല? ഞാൻ ഒഴിവാക്കിയല്ലോ, ഞാനത് വേണ്ട വെച്ചല്ലോ, അത് ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാമിലായ ഒരു ജാഹിദിന്റെ അവസ്ഥയാണ് പറയുന്നത്. അവന് അതിനേക്കാൾ വലുത് എന്താണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ വലുത് എവിടെ കിട്ടി? അള്ളാഹിന്റെ അടുക്കൽ കിട്ടി. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കോ? ഇല്ല. അതുപോലെ ആയിരിക്കും കാമിലായ സുഹൃത്ത്. ثم إن نسبتها عن ما سلم لكل شخص منها ولو عمر ألف سنة. ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒരാൾ ദുനിയാവിൽ 1000 വർഷം ജീവിച്ചു വിചാരിക്കുക. ഒരു പരസ്പരം സാദൃശ്യപ്പെടുത്തി പറയാണ്, ഒരു നിസ്ബ ചെയ്ത് പറയാണ്. ഒരാൾ ദുനിയാവില് 1000 വർഷം അവന് ആയുസ് ലഭിച്ചു. ബിൽ ഇളാഫത്തി ഇലാ നഈമിൽ ആഖിറ, അതും പരലോകത്തെ അനുഗ്രഹങ്ങളും വെച്ചിട്ട്. പരലോകത്തെ അനുഗ്രഹങ്ങളുണ്ട്, ദുനിയാവിൽ 1000 വർഷം ജീവിതം കിട്ടി വിചാരിക്കുക. അഖല്ലു മിൻ ലുഖ്മത്തിൻ ബിൽ ഇളാഫത്തി ഇലാ മുൽക്കി ദുനിയ, അതുപോലും ഒരു റൊട്ടി കഷ്ണവും ദുനിയാവിൽ ആധിപത്യം വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അതായത് ദുനിയാവിൽ 1000 വർഷം ജീവിച്ച് പരലോകത്തെ അനുഗ്രഹങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ റൊട്ടി കഷ്ണവും ദുനിയാവിലെ ആധിപത്യവും വെച്ച് നോക്കുക. അതായത് രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യാണ്. ഒന്ന് ദുനിയാവിലെ 1000 വർഷം ജീവിതം, പരലോകത്തെ അനുഗ്രഹങ്ങൾ. ഇവിടെ ഒരു റൊട്ടി കഷ്ണം, ദുനിയാവിലെ ആധിപത്യം. ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ആ 1000 വർഷത്തെ ജീവിതം എന്താണ്? ഇതിനേക്കാൾ നിസ്സാരമാണ്, റൊട്ടി കഷ്ണത്തിനേക്കാൾ നിസ്സാരമാണ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് പറയാണ്, ലിഅന്നൽ ഫാനി ലാ നിസ്ബത ലഹു ഇലൽ ബാഖി, കാരണം നശിച്ചു പോകുന്ന ഒരു കാര്യം നിലനിൽക്കുന്ന ഒരു കാര്യവുമായിട്ട് യാതൊരു നിലക്കെന്താവൂല, താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. അതായത് 1000 വർഷം ദുനിയാവിൽ ജീവിച്ച് പരലോകവുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയും നിസ്സാരമാണ്. ഈ റൊട്ടി കഷ്ണം ഒഴിവാക്കുന്നതിനേക്കാൾ നിസ്സാരമാണ് എന്ന്, അത്രയും നിസ്സാരമാണ്. കൈഫ മുദ്ദത്തുൽ ഉമർ ഖസീറ വലദ്ദാത്തുദ് ദുനിയ മുഖദ്ദറ, പിന്നെ എങ്ങനെയാണ് ഇവിടെ കുറഞ്ഞ ആയുസ്സും അതുപോലെ തന്നെ എന്ത് ആസ്വാദനം ദുനിയാവിലുണ്ടെങ്കിലും അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഈ ദുനിയാവിന്റെ അവസ്ഥ. അതായത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, 1000 വർഷം ഇവിടെ ജീവിതം ലഭിച്ചിട്ട് പരലോകവുമായി താരതമ്യം ചെയ്താൽ തന്നെ ഈ റൊട്ടി കഷ്ണം ദുനിയാവിലെ ആധിപത്യത്തിന് വേണ്ടി ഒഴിവാക്കിയിട്ട് അത്ര പോലും അത് എത്തൂല, അതിനേക്കാൾ നിസ്സാരമാണത്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ് 60-70 വർഷം മാത്രം ലഭിക്കുന്ന ഈ ആയുസ്, അതിലെ ലദ്ദാത്തുകളോ അതിലെ ആസ്വാദനങ്ങളോ മുഖദ്ദറാണ്. അതായത് ദുനിയാവിലെ എന്ത് ആസ്വാദനത്തിനും ക്ഷീണം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പൊതുവെ പറഞ്ഞ നല്ല ഭക്ഷണം നമ്മൾ കുറെ കഴിച്ചു വിചാരിക്കുക. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ആ കഴിക്കുമ്പോൾ ആസ്വാദനം കഴിഞ്ഞു കഴിഞ്ഞാലോ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി എന്ത് കാര്യമൊക്കെ, ഇപ്പോ ശാരീരിക ബന്ധം, ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം, അത് കുറെ അങ്ങോട്ട് കൂടി വെച്ച് കഴിഞ്ഞാലോ ക്ഷീണം ഉണ്ടാവുക, തേബാനാവുക എന്നല്ലാതെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. എന്ത് ദുനിയാവിലെ ആസ്വാദനം എടുത്തോളിയും അതിന്റെ അപ്പുറത്ത് ക്ഷീണം ഉണ്ടാവുക.
അപ്പൊ അങ്ങനെയുള്ള ഈ ദുനിയാവും ഈ പരലോകവും തമ്മിൽ എങ്ങനെയാണ് ഈ ദുനിയാവ് പരലോകത്തിന് വേണ്ടി ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാനത് ഒഴിവാക്കിയല്ലോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അതിനോട് പിന്നൊരു ആഗ്രഹമോ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു കാര്യമാണ് ഒഴിവാക്കിയത് എന്ന് എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുക എന്നുള്ളത്. അത് ഇതിന് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, അങ്ങനെ ദുനിയാവിന് ഒരു വിലയും കൊടുക്കാതെ ഒഴിവാക്കുന്ന ആളാണ് അസ്സാഹിദുൽ കാമിൽ എന്ന് പറയുന്നത്. വമ്മാ അഖ്സാമു സുഹദ് എന്നൊരു ഷെയ്ഖ് പറയാണ്, സുഹദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ദർജകളാ പറഞ്ഞത്. ഈ സുഹദിന്റെ ഇനങ്ങൾ ബിൽ ഇവാഫത്തി ഇലൽ മർഗൂബി ഫീഹി. ആ സുഹദിന്റെ ഇനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതിനോട് അവന് താല്പര്യമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ പറഞ്ഞു സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ ഒഴിവാക്കും, അതിനേക്കാൾ നമുക്ക് താല്പര്യമുള്ള മറ്റൊന്നിനു വേണ്ടി, അതാണല്ലോ. ഇനി സുഹദിന്റെ ഇനങ്ങളെ ആക്കുന്നത് എന്തടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഏതൊന്നിനാണോടാണോ അവന് താല്പര്യം അതിനെ പരിഗണിച്ചുകൊണ്ടാണ് സുഹദിന്റെ ഇനങ്ങൾ. ഒന്നുകൂടി നമ്മുടെ വിഷയം പറഞ്ഞാൽ ദുനിയാവിനെ നമ്മൾ ഒഴിവാക്കി, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒഴിവാക്കിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹദിന്റെ ഇനങ്ങൾ കിടക്കുന്നത് എന്നിട്ട് പറയാണ്. അത് 3 ദർജകളാണ്. അത് 3 ദർജകളാണ്. അഖ്സാമുകൾ 3 ദർജകളായിട്ടുണ്ട്. അഹദുഹ, അതിൽ ഒന്നാമത്തേത്, ഇനങ്ങളിൽ ഒന്നാമത്തേത് الزهد للنجاة من العذاب والحساب والأهوال التي بين يدي الآدمي وهذا زهد الخائفين. الزهد للنجاة من العذاب. ഒരാൾ സുഹദ് കാണിക്കുകയാണ്, ദുനിയാവിനോട് വിരക്തി കാണിക്കുകയാണ്. അവന്റെ ഉദ്ദേശം എന്താണ്? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. വൽ ഹിസാബ്, പരലോകത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണം. വൽ അഹ്വാൽ, പരലോകത്തെ ഭയപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലത്തി ബൈന യദയിൽ ആദമി, മനുഷ്യർക്ക് പരലോകത്തുണ്ടാവുന്ന ഈ ശിക്ഷ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ സുഹദ് കാണിക്കുകയാണ്. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഹറാം ഒഴിവാക്കുന്നത്, അവന്റെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്, ബാക്കിയുള്ള ദുനിയാവിന്റെ വിരക്തി കാണിക്കുന്നത്, പരലോകത്ത് ശിക്ഷ കിട്ടരുത് എന്ന് നിൽക്കാണ്. ഈ സുഹദാണ് വഹാദ സുഹദുൽ ഖായിഫീൻ, ഭയപ്പെടുന്ന ആളുകളുടെ സുഹദ്. ഭയപ്പെടുന്ന ആളുകളുടെ സുഹദ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് ദർജത്തു സാനിയ, രണ്ടാമത്തേത് الزهد للرغبة في الثواب والنعيم الموعود به. الزهد للرغبة في الثواب, പ്രതിഫലത്തിനോടുള്ള താല്പര്യം കൊണ്ടുള്ള സുഹദ്. അതായത് ഞാൻ ഇവിടെ ഇന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പരലോകത്ത് ഇന്നത് കിട്ടും എന്നുള്ള ആ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള സുഹദ്. വന്നഈമി വൽ മഊദ് ബിഹി, അതുപോലെ പരലോകത്തെ അനുഗ്രഹങ്ങളും പരലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് കിട്ടും എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുഹദ്. വഹാദാ സാഹിദുർ റാജീൻ, ഇത് പ്രതീക്ഷ വെക്കുന്ന ആളുകളുടെ സുഹദാണ്. പ്രതീക്ഷ വെക്കുന്ന ആളുകളുടെ സുഹദാണ്. ഫൈന്നഹാ ഉലായി തറകൂ നഈമൻ ലിനഈമിൻ, ഈ ആളുകൾ ദുനിയാവിലെ അനുഗ്രഹം ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുഹദിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തേത് പരലോകത്ത് ശിക്ഷ ഒന്നും കിട്ടരുത് എന്നുള്ള പേടി കൊണ്ട് സുഹദ് കാണിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് പരലോകത്തെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വേണ്ട വെക്കുന്ന ആളുകൾ. ഇത് രണ്ടാമത്തെ സുഹദ്. അദ്ദറജത്തു സാലിസ, മൂന്നാമത്തെ സുഹദ് വഹിയൽ ഉല്യ, ഇതാണ് ഏറ്റവും ഉന്നതമായത്. വഹിയ അല്ലാ യസ്ഹദ ഫിദ് ദുനിയ ലിതഖല്ലുസ് മിനൽ ആലാം. ഈ മൂന്നാമത്തെ കൂട്ടം ആളുകൾ ശിക്ഷയോ മറ്റോ അതിന് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അവർ ഇത് കാണിക്കുന്നത്, ഒക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ അതായിരിക്കില്ല ഈ സുഹദ് കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വലാ ലിർറഗ്ബതി ഫീ നൈലിൽ ലദ്ദാത്ത്, അതല്ല പരലോകത്തെ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ളതായിരിക്കില്ല പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായിരിക്കും, പക്ഷെ അവർ ഈ ദുനിയാവ് ഒഴിവാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താവൂല? ഈ പറഞ്ഞ ഈ കാര്യങ്ങളാവില്ല, നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാവില്ല. പിന്നെന്തായിരിക്കും? ബൽ ലിത്വലബി ലിഖാഇല്ലാഹി തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹത്തിന് മാത്രമായിരിക്കും. അള്ളാഹുവിനെ കാണുക എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കും. അള്ളാഹുവിനെ കാണാന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കാര്യം ഉണ്ട്. കാരണം നരകത്തിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാലും സ്വർഗത്തിൽ കയറിയാലും എന്ത് നടക്കുള്ളൂ? അള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരുടെ ലക്ഷ്യം, ചിന്ത എന്തായിരിക്കും? അള്ളാഹുവിനെ കാണാന്നുള്ളത് മാത്രമായിരിക്കും. വഹാദാ സുഹ്ദുൽ മുഹ്സിനീൻ അൽ ആരിഫീൻ, ഇതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ സുഹദ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത് പറഞ്ഞത് ഫൈന ലദ്ദത്തൻ നദരി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആസ്വാദനം എന്നുള്ളത് ബിൽ ഇവാഫത്തി ഇലാ ലദ്ദാത്തിൽ ജന്ന, സ്വർഗത്തിലെ മറ്റുള്ള ആസ്വാദനങ്ങളുമായിട്ട് ഒപ്പിച്ചു നോക്കുമ്പോൾ സ്വർഗത്തിൽ പാനീയങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ഇതും അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആസ്വാദനവും തമ്മിൽ ചേർത്തി വെച്ചാൽ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കലസ്സതി മുൽക്കി ദുനിയാ വൽ ഇസ്തിലാഹി അലൈഹ, ദുനിയാവിൽ എല്ലാവിധ ആധിപത്യം ലഭിച്ച ഒരാൾ, ദുനിയാവിൽ എല്ലാവിധ ആധിപത്യമുണ്ട്, ദുനിയാവിൽ എല്ലാം കിട്ടി, അതൊക്കെ അവന്റെ അധികാരത്തിലുണ്ട്, അങ്ങനെയുള്ള ഒരാളുടെ ആസ്വാദനം വെക്കുക. ബിൽ ഇളാഫതി ഇലാ ലദ്ദത്തിൽ ഇസ്തിലാഹി അലാ ഉസ്ഫൂരി വല്ലഅബ് ബിഹി, മറ്റൊരാൾക്ക് ചെറിയൊരു കുരുവിക്കുട്ടി, ഒരു ചെറിയ പക്ഷി ഉണ്ടോ അവന്റെ കയ്യിൽ, അതിനെ കളിപ്പിക്കുമ്പോൾ അതിനെന്തെങ്കിലും കൊടുക്കുമ്പോൾ അവനൊരു ആസ്വാദനം കിട്ടുമല്ലോ. ഈ ആസ്വാദനവും ഈ ദുനിയാവിലെ എല്ലാ ആധിപത്യം ലഭിച്ചുള്ള ആസ്വാദനം എങ്ങനെ ഉണ്ടാവും? അതൊരു ഉപമ പറഞ്ഞതാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയായിരിക്കും സ്വർഗത്തിലെ വസ്തുക്കളുടെ ആസ്വാദനവും അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ മൂന്നാമത്തെ ആളുകളുടെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക എന്നുള്ളത് മാത്രമായിരിക്കും എന്നുള്ളത്. ഇതാണ് മൂന്നാമത് പറയുന്നത്. ഇനി കൊടുത്തില്ലേ? ഇപ്പൊ പോണെങ്കിൽ ഇപ്പൊ എത്ര ഇവിടുന്ന് പോണ്ടേ? കുറച്ച് പോണ്ടേ?